എല്ലാവരും ഒരു ഓട്ട മത്സരത്തിലാണ്. ഓടി ഒന്നാം സ്ഥാനം നേടി വിജയിക്കാനാണ്. പക്ഷെ എങ്ങോട്ടാണ് ഈ ഓട്ടം? എന്തിനാണ് ഈ ഓട്ടം? വടക്കോട്ട് നടക്കേണ്ടവൻ തെക്കോട്ടോടി വിജയിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ വിജയ ഫോർമുല നിശ്ചയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ദിശ മനസ്സിലാക്കണം. ആ ദിശ മനസ്സിലാക്കി അതിലൂടെ യാത്ര ചെയ്യുന്നത് മാത്രമാണ് വിജയം. അച്ചു, ഒരുപാട് മത്സരങ്ങളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. നാം ഒരു കാര്യത്തിൽ വിജയിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർ അതിൽ തന്നെ പരാജയപ്പെടുന്നു. അപ്പോൾ ഈ വിജയം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അവസാനം വരുമ്പം ലോകത്തുള്ള മനുഷ്യരെല്ലാം രണ്ട് കാറ്റഗറി പെടും: വിജയിച്ചവരും പരാജയപ്പെട്ടവരും. പരീക്ഷകളിൽ വലിയ മാർക്ക് വാങ്ങിച്ചവർ, മാർക്ക് കുറഞ്ഞു പോയവർ, പാസ്സായവർ, പാസ്സാകാത്തവർ, ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ എഴുതി ജോലി കിട്ടിയവർ, വളരെ ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടാത്തവർ. അങ്ങനൊരു സന്തോഷത്തിലും നിരാശയിലുമൊക്കെ പരാജയങ്ങളുടെ കഥയാണിങ്ങനെ തുടരുന്നത്. എനിക്ക് തോന്നുന്നു സത്യത്തിൽ ഈ ലോകത്ത് ഒരുപാട് സാധ്യതകളുള്ളപ്പോൾ നമുക്ക് മുട്ടിത്തുറക്കാനായിട്ട് ലക്ഷോപലക്ഷം വാതിലുകളുള്ളൊരു ലോകത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്നോ രണ്ടോ വാതിലുകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ആ വാതിലിലൂടെ കയറുന്നവർ മാത്രം വിജയിച്ചവർ, അല്ലേ? ഒരു എളുപ്പത്തിൽ പറഞ്ഞാൽ ഒന്ന് ഡോക്ടറാകാൻ പറ്റിയവർ, എൻജിനീയർ ആകാൻ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ IAS അതല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക മെച്ചമുണ്ടാക്കാൻ പറ്റുന്ന, അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഡോറുകളെ ഇപ്പം മനുഷ്യർക്ക് മുട്ടാനുള്ളൂ. ലോകത്തിന് പരിചയം അതേ ഉള്ളൂ, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ അതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും മുട്ടുന്ന ഒരേ വാതിലിൽ മുട്ടി ചിലരകത്ത് കിടക്കുകയും ചിലർ പുറത്ത് നിൽക്കുകയും, അകത്ത് കിടന്ന് ആഹ്ലാദിക്കുകയും പുറത്തു നിന്ന് വ്യസനിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെ ഈ ജയപരാജയങ്ങളുടെ ലോകത്ത് നിന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഈ ചോദ്യം, യഥാർത്ഥത്തിൽ എന്താണ് സക്സസ്? ചിലരെ തോൽപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മളൊരു വിജയത്തിലേക്ക് കയറുന്നതെന്നൊക്കെ. സത്യത്തിൽ ഈ സക്സസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് കൃത്യമായിട്ട് പരിശോധിച്ചാൽ ആൻ അഡ്വാൻസ് അല്ലെങ്കിൽ ആൻ ഔട്ട്കം എന്നൊക്കെ പറയും. നമ്മളൊന്ന് മുന്നേറി, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തിനും പരിശ്രമത്തിനും ഒരു റിസൾട്ട് കിട്ടി, ഫലമുണ്ടായി. അതിന് നമ്മൾ കൊടുക്കുന്നൊരു പേരാണ് വിജയം. ആ വാക്കിന് വേറൊരു ടോണുണ്ടായി. നമ്മളൊന്ന് നീട്ടി പറഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് ടോൺ മാറും. ഞാൻ കുറേ നാളായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കുകയായിരുന്നു, ഭാഗ്യം കൊണ്ട് എൻ്റെ അധ്വാനം ഫലമണിഞ്ഞു. എല്ലാവരും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു പല മേഖലകളിൽ, ഞാൻ അധ്വാനിച്ച മേഖലയിൽ അത് ഫലമണിഞ്ഞു. അതാണ് വിജയം. അല്ലാതെ ഒരാളെ നമ്മൾ പിന്തള്ളുന്നതല്ല. പക്ഷെ ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, 1ാം റാങ്ക് കിട്ടി എന്നത് പോരാ, ആരൊക്കെയാണ് തോറ്റതെന്നറിയാൻ, അല്ലെങ്കിൽ ആരൊക്കെയാണ് വീണുപോയതെന്നറിയാനുള്ള നമ്മുടെ ആഗ്രഹം. നമ്മുടെ അധ്വാനം ഫലമണിഞ്ഞു എന്നതിനേക്കാൾ മറ്റു പലരെയും പിന്തള്ളിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തിയതെന്ന് നമ്മളെ ഒന്ന് എക്സ്ട്രാ സന്തോഷിപ്പിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അവിടെയാണ് ഈ വിജയത്തിൻ്റെ വിജയം നഷ്ടപ്പെട്ടത്, ജയത്തിൻ്റെ വിജയം നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അതിൻ്റെ മാറ്റ് കുറഞ്ഞു പോയത്. പലരെയും തോൽപ്പിച്ചാണ് ഞാൻ കയറിയത് എന്നൊരു വിചാരം. അങ്ങനെ തോൽപ്പിക്കാനുള്ളൊരു പോരാട്ടമല്ലത്, ഒരു യുദ്ധമല്ല. യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താ? യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് ഒരു യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്നുള്ളത്, അല്ലേ? നമുക്കതിനെ ഒരു തരത്തിലേ കണക്കാക്കാൻ പറ്റൂ. നമ്മളെക്കാൾ കൂടുതൽ ആൾക്കാരെ അപ്പുറത്ത് നമുക്ക് കൊല്ലാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവിടെ മരണപ്പെട്ടതിനേക്കാൾ കുറച്ച് പേരെ മരണപ്പെട്ടുള്ളൂ. അപ്പോൾ അവിടെ വിജയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ദുർമോഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗതികേട് കൊണ്ട് പറയുന്നതാണ്. നമ്മുടെ ഒരു ദുരവസ്ഥ അതാണ്. യുദ്ധം ചെയ്യാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വീണ് കിടക്കുന്നു. ഒരു കലഹത്തിലായി പോകാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ നമ്മളൊരു വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെക്കാൾ പരാജയപ്പെട്ടവരെ എന്ന് നമ്മൾ കരുതുന്നവരെ കണ്ടുപിടിക്കുന്നു.
പക്ഷെ സാധാരണ ജീവിതത്തിൽ ഇങ്ങനൊരു യുദ്ധമോ പോരാട്ടമോ ഒന്നും അല്ല. മറിച്ച് എല്ലാവരും ചെറുപ്പം മുതൽ പഠിക്കുന്നു, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അവിടെ വിജയം എന്ന് പറഞ്ഞാൽ പിന്നിൽ ആരൊക്കെ വീണ് കിടക്കുന്നു എന്നൊരു കാര്യമില്ല. അതിനാണ് നമ്മൾ സാധാരണ ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയും, ആരോഗ്യപരമായ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അനാരോഗ്യപരമായ ഒരു മത്സരം ഉണ്ടെന്നാണ്. അതാണ് നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞത്. എന്താണ് ഈ ഹെൽത്തി കോമ്പറ്റീഷൻ? അത് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേഗം ഒരു ഈസിയായിട്ടൊരു സിനിമാ കഥയിലൂടെ പറയാം. വിക്രമാദിത്യ. എനിക്ക് തോന്നുന്നു വിക്രം എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഉണ്ണി മുകുന്ദനും ആദിത്യയാണെന്ന് തോന്നുന്നു, ദുൽഖർ. ഇവരുടെ തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ ആ കഥയിലൂടെ പറഞ്ഞു വരുന്നുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ. അവർ രണ്ടുപേരുടെയും രണ്ട് ജീവിത സാഹചര്യം. ഒരാൾക്ക് ആ സാഹചര്യത്തിൽ ഇച്ചിരി വളരാൻ എളുപ്പമാണ്, മറ്റേ ആൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിക്രം രോഗം പിടിപെട്ട് കിടപ്പാണ്. പെട്ടെന്ന് അവൻ വല്ലാതെ ആഹ്ലാദിക്കുക, തീർന്നവൻ്റെ കാര്യം. ഏറ്റവും നിർണായകമായ സമയത്ത് അവൻ പരീക്ഷ എഴുതാനില്ല, അവൻ്റെ അഹങ്കാരം തീർന്നു. പക്ഷേ ഒരു പെൺകുട്ടി അവനെ തിരുത്തുമ്പോൾ അവന് പെട്ടെന്നൊരു ചിന്ത ഉണ്ടായിട്ട് അവൻ തിരിച്ചോടിപ്പോയി കിടക്കയിൽ നിന്ന് തൻ്റെ കൂട്ടുകാരനെ എടുത്തുകൊണ്ട് പോവുക. എന്നിട്ട് പറയാണ്, നീ ഇല്ലാതെ എനിക്ക് എന്ത് ജയം, നമുക്ക് മത്സരിച്ച് ജയിക്കുക എന്നുള്ളതാണ്. ഒരാളെ തോൽപ്പിക്കാനല്ല, ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം, ആ ചലഞ്ചിലേക്ക് പോകാൻ. എന്നിട്ട് രണ്ടുപേർ ഒരുമിച്ച് പരീക്ഷ എഴുതുന്നു. ഒരാളൊരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനായി മാറുന്നു. അയാൾ ആ സന്തോഷത്തോടെ നിൽക്കുമ്പം സിനിമയുടെ അവസാനം കാണുന്നത് തൽക്കാലം തോറ്റ ആദിത്യൻ പോയ വഴികളിലൂടെയൊക്കെ പഠിച്ച് പല ജീവിതാനുഭവങ്ങളിലൂടെ കറങ്ങിത്തിരിഞ്ഞ് ഒരു IPS ഉദ്യോഗസ്ഥനായി വിക്രമിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഒടുവിൽ അത് തിരിച്ചറിഞ്ഞ് വിക്രം ആദിത്യനെ സല്യൂട്ട് ചെയ്യുന്ന രംഗമാണ്. അതിലേറ്റവും സിനിമയുടെ ദ വെരി ലാസ്റ്റ് സീൻ, ടെയിലെൻഡ്, കാറിലിരിക്കുന്ന ആദിത്യൻ്റെ അടുത്ത് വന്ന് കൈ കോർത്ത് പിടിച്ചിട്ട് വിക്രം പറയുന്ന, ഈ യാത്ര ഞാനിനിവിടെ ആരംഭിക്കുക, ഇനി നീ എത്തിയിടത്തേക്ക് എത്താനുള്ള എൻ്റെ ഓട്ടം ആരംഭിക്കുന്നു. ഇത് പറഞ്ഞാണ് സിനിമ അവസാനിക്കുന്നത്. ഇതാണ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു സാഹചര്യത്തിലൂടെ നമ്മൾ ലക്ഷ്യം നേടിയത് സാധിച്ചെങ്കിൽ മറ്റേയാൾ അതിനകത്തൊട്ടും പരാതിയില്ല, അയാൾക്കതൊരു ചലഞ്ചാണ്. അയാളുടെ ജീവിത വഴികളിലൂടെ അധ്വാനിച്ച് അതിനപ്പുറം കിടക്കും. അത് തിരിച്ചറിയുന്ന ഈ സുഹൃത്തിനും അതൊരു ചലഞ്ചാണ്. ഇനി നിന്നോളമെത്താൻ ഞാൻ ഓടിക്കൊണ്ടിരിക്കും. ഈ ഒരു സ്നേഹം നഷ്ടപ്പെടാത്ത ഒരു കോമ്പറ്റീഷനുണ്ട്, അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ വിജയിച്ചപ്പോൾ ചിലർ പരാജയപ്പെട്ടു എന്നോർത്ത് നമ്മൾ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ പരാജയപ്പെട്ടവർ തന്നെ ദുഃഖിക്കുകയോ വേണ്ട. പുതിയ അനുഭവ വഴികളിലൂടെ നമ്മൾ അധ്വാനിച്ച് കയറും. ഇതൊരു ചലഞ്ചാണ്. പിന്നെ ഈ വിജയ പരാജയ കഥകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹവും നമ്മളോടൊപ്പം നിൽക്കണം. കാരണം ഓരോരുത്തരെയും മനസ്സിലാക്കി അവരുടെ അവസ്ഥകളും അവരുടെ സാഹചര്യങ്ങളും മനസ്സിലാക്കി നമുക്ക് മുട്ടിനോക്കാൻ ഒരുപാട് വാതിലുകളുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തൊരു വാതിലിലാണോ നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുന്നത്? തുറക്കപ്പെടാത്തൊരു വാതിൽ, അത് തുറന്നിട്ട് എന്ത് കാര്യം? എല്ലാവരും മുട്ടുന്നൊരു വാതിലിൽ മുട്ടുകയാണോ? അതൊക്കെ മനസ്സിലാക്കി നമുക്ക് ഈ വിജയകഥകളുടെയും പരാജയ കഥകളുടെയും മൊത്തം ചരിത്രം ഒന്ന് മാറ്റിക്കുറിക്കാൻ പറ്റും. അപ്പം ഈ വിജയം പരാജയം എന്ന് പറയുന്നൊരു യുദ്ധം കണക്കാരും കാണാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന യൂത്ത് ഫെസ്റ്റിവലിൽ, ഇനി ബൈബിൾ കലോത്സവങ്ങളിലൊക്കെ ചിലപ്പം ഇതൊരു യുദ്ധമായി മാറും. എല്ലാ മത്സരത്തിലും ഒരാൾക്കേ ജയിക്കാൻ പറ്റൂ, തോറ്റവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത് കലഹമായി. അങ്ങനെ ഇതിനെ ഒരു യുദ്ധമാക്കി മാറ്റുന്നതാണ് തെറ്റ്. നമ്മുടെ ലൈഫിലെ വിജയപരാജയങ്ങളുടെ കഥയൊന്നും അതൊരു ജീവിതത്തിൻ്റെ ട്രാൻസിഷൻ്റെ കഥയാണ്. ഒരാൾ മുമ്പേ പോയി അടുത്തയാൾ ആ വഴിയെ അല്ലെങ്കിൽ മറ്റൊരു വഴിയെ അയാളുടെ ലക്ഷ്യത്തിലേക്ക് വരുന്നു. അതിനെ ഒരു യുദ്ധത്തിൻ്റെ കഥയാക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അച്ഛാ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്നാപയോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ കുറയുകയും അവൻ വളരുകയും വേണമെന്ന്. വിജയപരാജയങ്ങളുടെ ലോകത്തിൽ ഈ വചനത്തിൻ്റെ പ്രസക്തി എപ്രകാരമാണ്? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പെടുന്നൊരു കാര്യമല്ലത്. അത് വളരെയധികം ആഴമുള്ളൊരു ആത്മീയതയാണ്. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊണ്ട് സ്നാപയോഹന്നാൻ പറയുന്നതാണ്, അവൻ വളരണം ഞാൻ കുറയണം.
ഇത് നമ്മുടെ ഒരു സാധാരണ കാര്യങ്ങളിൽ ഇറക്കി വയ്ക്കാനുള്ളതല്ല. അങ്ങനെ ഇറക്കി വെക്കേണ്ട കാര്യമില്ല. എന്താണ്? അവൻ പഠിച്ച് മാർക്ക് വാങ്ങിക്കട്ടെ, അവൻ വളരട്ടെ, ഞാൻ കുറയണം. ചിലപ്പോൾ പിള്ളേർ തമാശയ്ക്കൊക്കെ ഈ വചനം ഉപയോഗിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കാതെ കറങ്ങി നടന്നിട്ട് മറ്റേയാൾ മാർക്ക് കിട്ടുമ്പോൾ പറയുന്നു, ഞാൻ ആ ബൈബിൾ ഒന്ന് ജീവിച്ചതാണ്, അവൻ വളരട്ടെ, ഞാൻ കുറയട്ടെ. അങ്ങനെയുള്ള ഒരു സാധാരണ കാര്യങ്ങളിലേക്ക് ഇറക്കി വയ്ക്കാനല്ല, മറിച്ച് ക്രിസ്തുവാണ് വളരേണ്ടത്, ഞാനല്ല. ആരാണ് ജയിക്കേണ്ടത്? എന്നിൽ ജയിക്കേണ്ടത് ഞാനാണോ, എന്നിലെ ക്രിസ്തുവാണോ എന്ന് പറയുന്ന വിജയത്തിൻ്റെ മറ്റൊരു ആഴമുള്ള ആത്മീയ ചരിത്രമാണത്. ആത്മീയ ദൗത്യത്തിൻ്റെ കാര്യമാണത്. ഇയാളാണ് ജയിക്കേണ്ട ഒരാൾ. ഈ ആഴമായ ആത്മീയതയിലേക്ക് പോകുമ്പം സ്നാപയോഹന്നാൻ പറയുന്നൊരു കാര്യം, നമ്മളിൽ ഈ ദൈവമുണ്ട്. അവിടെ ജയിക്കേണ്ടത് നമ്മളല്ല, ഞാനല്ല, എന്നിലെ ദൈവമാണ്. അത് മറ്റതുമായിട്ട് ചിന്തിക്കണ്ട. നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ലോകത്തെ വിജയപരാജയങ്ങളുടെ കഥയാണെങ്കിൽ ആത്മീയതയിൽ മറ്റൊന്നാണ്. ആത്മീയതയിലെ വിജയം എന്താണ്? ഞാൻ പരാജയപ്പെടുന്നതും എന്നിലെ ദൈവം വിജയിക്കുന്നതും, അതാണ് വിജയം. കാരണം ദൈവത്തെ നിശബ്ദമാക്കി വെച്ചുകൊണ്ട് ഞാൻ നടത്തുന്ന പടയോട്ടങ്ങളെല്ലാം ഈ ഒരു സ്നേഹത്തിൻ്റെ ലോകത്ത് വെറും പരാജയങ്ങളായിട്ട് പരിണമിക്കും. അത് ഞാൻ ഇങ്ങനെ പറയുമ്പം വേഗം മനസ്സിലാകത്തില്ല. അതൊന്ന് ഇത്തിലൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ശിഷ്യന്മാരുടെ ലൈഫിലൂടെ ഒന്ന് പോയാൽ മതി. യേശു 12 ശിഷ്യന്മാരെ വിളിച്ചത് വലിയൊരു നിയോഗം കൊടുത്തുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈശോയുടെ കൂടെ നടന്നിട്ട് ഈശോയെപ്പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈശോയെപ്പോലെ ജീവിച്ച് ഇവരൊരു വലിയ ക്രൗഡ് പുള്ളറാകാൻ പോകുന്നതാണ് ഇവർ കരുതിയത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ വാക്ക് കേട്ട് ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നു, യേശുവിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾ കേട്ട് ഇവരിലേക്ക് വലിയ ആൾക്കാരുടെ ഒഴുക്കുണ്ടാകുന്നു. അങ്ങനെ മനുഷ്യരെ പിടിക്കുന്നവരാകാം. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇവരെല്ലാം തന്നെ ഈശോയെ വിട്ടുപോയി. ഒരാളെ പിടിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, സ്വന്തം ജീവിതം പോലും അവർക്ക് പിടികിട്ടിയിട്ടില്ല. സ്വന്തം ജീവിതത്തെ പോലും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവർ ഈശോയെ വിട്ടുപേക്ഷിച്ച് പോയിട്ട് തീരുമാനിച്ചെന്താണ്, നമുക്ക് മനുഷ്യനെ പിടിക്കാൻ പറ്റില്ല, പിന്നെ നമുക്ക് പറ്റുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന മീൻ പിടിക്കാം. അങ്ങനെ മീൻ പിടിക്കാൻ പോയി വല വീശി തിരിച്ചു പിടിക്കുമ്പോൾ വല വരികയാണ്, അതിനകത്തൊരു മീൻ പോലുമില്ല. പിന്നെയും വീശി ഒരു ചെറുമീൻ പോലും കിട്ടാതായപ്പോൾ അവർക്ക് മനസ്സിലായി, പണ്ട് ഈ പുഴയിൽ മീനെങ്കിലും പിടിക്കുമായിരുന്നു, ഇപ്പം മനുഷ്യനെ പിടിക്കാൻ പറ്റുന്നില്ലെന്നല്ല, മീൻ പോലും പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഇവരുടെ കഥ പിന്നെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിനെ ഇവർ വീണ്ടും കണ്ടുമുട്ടുന്നതും ഇവരെ സെഹിയോൻ ഊട്ടുശാലയിൽ നിശബ്ദതയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ നിറഞ്ഞു എന്ന് പറയുന്നു. പിന്നീട് കാണുന്നത് സക്സസ്ഫുള്ളായ ശിഷ്യന്മാരെയാണ്. അതെങ്ങനെയാണ് സക്സസ്ഫുള്ളായെന്ന് പറഞ്ഞാൽ, പേടിച്ചരണ്ട് ഓടിപ്പോയ പത്രോസ്, യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്ന ശിഷ്യന്മാർ അവരുടെ മുമ്പിൽ നിന്ന് ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നു. ജനപ്രമാണികളുടെയും ഭരണകൂടത്തിൻ്റെയും മുമ്പിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നു, ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഇനി തല വെട്ടുമെന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് ഭയമില്ല. അവർ ഏറ്റെടുത്ത ദൗത്യത്തിൽ അവർ സക്സസ് ആയി. ഇവിടാണ് ഈ ഞാൻ കുറയണം അവൻ വളരണം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി. ഒരു മനുഷ്യന് ചെന്നെത്താൻ പറ്റാത്തിടത്തേക്ക് ഒരാൾ എത്തി എന്ന് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അയാളല്ല, ദൈവം അയാളിലൂടെ സഞ്ചരിച്ചു. അല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ. ആ ഒരു വലിയ വളർച്ചയ്ക്ക് സ്നാപയോഹന്നാൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു ചിന്തയാണ്, ഞാൻ കുറയണം അവൻ വളരണം. സ്നാപയോഹന്നാൻ പുറത്ത് നിൽക്കുന്ന യേശുക്രിസ്തുവിനെയാണ് കാണിച്ചു തരുന്നത്. പക്ഷേ നമ്മളിൽ വസിക്കുന്ന ആ ദൈവത്തെ കണ്ടുകൊണ്ട് അത്തരമൊരു നിലപാടിലേക്ക് എത്തണമെന്നുള്ളതാണ്. ഞാൻ കുറയണം അവൻ വളരണം. ആ പശ്ചാത്തലത്തിലാണ് ഈ ആത്മീയ വേണമെങ്കിൽ വിജയം എന്നൊക്കെ പറയാവുന്നത്. ഒരു മനുഷ്യന് ചെന്നെത്താവുന്നതിനും അപ്പുറത്തേക്ക് ദൈവം അയാളെ നയിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ പരിമിതി മനസ്സിലാക്കണം. ഈ ജീവിതം ഒരു രക്തസാക്ഷിത്വം വരെ നീണ്ടുപോകാനുള്ളതാണെങ്കിൽ, അതുമല്ലെങ്കിൽ
മാനുഷികമായ അസാധ്യമായ കാര്യങ്ങൾക്കും അപ്പുറം മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കാനാണെങ്കിൽ ഒക്കെ തീർച്ചയായിട്ടും ദൈവം എന്നിൽ പ്രവർത്തിക്കണം. അതിന് ഞാൻ നിശ്ചലമാകണം. അതാണ് ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗാഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്നിലെ ദൈവം നിശ്ചലമായിരിക്കുകയല്ല, ഞാനാണ് നിശ്ചലമാകേണ്ടത്. ദൈവം ചലിക്കട്ടെ. ആ ഒരു ആത്മീയതയാണ്, ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കട്ടെ എന്നൊരു വലിയ ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്ന വരിയാണ് ഈ ഞാൻ കുറയണം അവൻ വളരണം എന്നുള്ളത്. ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്തു യഥാർത്ഥത്തിൽ വിജയിച്ച ഒരാളാണോ? അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വിജയത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെയും അനുഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വിജയപരാജയങ്ങളെക്കുറിച്ചുള്ള ചോദ്യമൊന്നുമില്ല. പക്ഷേ ആ ചോദ്യം കൃത്യമായിട്ടും ആ കാലത്തിൽ ക്രിസ്തു ഒരു വിജയിച്ച മനുഷ്യനാണോ പരാജയപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതാണ്. നമ്മൾ ഈ വിജയത്തിൻ്റെ പരാജയത്തിൻ്റെ കഥ പറയുമ്പോൾ ക്രിസ്തുവായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ നിർണ്ണയിക്കുന്നുണ്ട് എവിടെയാണ് വിജയിക്കേണ്ടത്. ഒരു മനുഷ്യൻ എവിടെയാണ് വിജയിക്കേണ്ടതെന്ന് അയാൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാലേ അയാൾ വിജയിച്ച ആളാണോ പരാജയപ്പെട്ട ആളാണോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിലൂടെ വിജയപരാജയങ്ങളുടെ കഥ നോക്കിയാൽ അത് മനസ്സിലാകില്ല. നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചൂടെ, ഈ 33 വയസ്സുള്ള ചെറുപ്പക്കാരന് ഇച്ചിരൂടെ ഒന്ന് ഡിപ്ലോമാറ്റിക് ആയെങ്കിൽ ഇങ്ങനെ കുരിശിൽ മരിക്കാതെ ആ ജനപ്രമാണികളോടും അവർക്കൊക്കെ ഇദ്ദേഹത്തോട് താല്പര്യമുണ്ടായിരുന്നു, കൂടി നിന്നാൽ ഒരു നല്ല അറിയപ്പെടുന്നൊരു ഗുരുവായി, കുറച്ചും കൂടെ ഒരു സെലിബ്രിറ്റിയായി, അല്ലെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ടൊക്കെ സക്സസ്ഫുൾ ആയിക്കൂടായിരുന്നോ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തു ആ കാലത്ത് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ മണ്ടത്തരം കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിക്കൂടായിരുന്നോ? അപ്പോൾ ഏത് മേഖലയിലാണ് ഒരാൾ വിജയിക്കാൻ ആഗ്രഹിച്ചത്? സത്യത്തിൽ നമ്മൾ പുറത്തു നോക്കിയാൽ ഒരു ശരാശരി കാഴ്ചപ്പാടിൽ യേശു പരാജയപ്പെട്ടൊരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് പുറത്തോട്ട് വന്നു. വല്ലാത്തൊരു ആകർഷണം ഉണ്ടായിരുന്നു, ആൾക്കാരെല്ലാം ചുറ്റും കൂടി. പക്ഷേ പിന്നെ കാണുന്നത് യേശുവിന് തന്നെ ആൾക്കാരെ പലരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം കുറച്ച് പേര് വന്നപ്പോൾ പറഞ്ഞ്, നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്, അനശ്വരമായ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഈ വലിയ ആൾക്കൂട്ടത്തിലൊന്നും ഈശോ ഭ്രമിച്ചില്ല. അത്തരമൊരു സക്സസ് അവൻ ആഗ്രഹിച്ചില്ല. ഈ സമയത്ത് പലരും അവനെ വിട്ടുപോയി. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കും രക്തം പാനം ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും വിട്ടുപോയി. ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വിട്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈ വലിയ വലിയ ആൾക്കാരുടെ വീട്ടിൽ വിരുന്നിനിരുന്നിട്ട് നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണെന്നും കപട നാട്യക്കാരെന്നൊക്കെ പറയുമ്പോൾ യേശു വലിയൊരു ആൾക്കൂട്ടങ്ങളുടെ നേതാവായി വിജയിയാകാൻ ആഗ്രഹിച്ചോ എന്ന് ചിന്തിച്ചാൽ അത്തരമൊരു വിജയം ഈശോ ലക്ഷ്യം വെച്ചില്ല എന്ന് തന്നെ മനസ്സിലാകും. ആൾക്കൂട്ടങ്ങളെ വിട്ട് മറുകരയിൽ വിജനതയിലേക്ക് പോയെന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? അവസാനം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ 12 ശിഷ്യന്മാരാണ്. എന്നാൽ ഈ 12 ശിഷ്യന്മാരോ ഈശോയെ നല്ലതുപോലെ തോപ്പിച്ച് കളഞ്ഞു, 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. ബാക്കിയുള്ള എല്ലാവരും വിട്ടുപോയി. അതിൽ പ്രധാനി എന്ന് കരുതപ്പെട്ട പത്രോസ് അറിയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു പോയി. എന്നിട്ട് ഈശോ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വൻ പരാജയമല്ലേ? ജീവിതത്തിൽ തെറ്റ് ചെയ്തവർ പോലും ഒരു അറസ്റ്റിന് കീഴടങ്ങാതെ എത്ര കാലം ഒളിച്ചു താമസിക്കും? പക്ഷേ ഭരണകൂടം അവനെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ നിർത്തി, അടിച്ച് തകർത്തു, ശിരസ് കുനിഞ്ഞ് മുൾക്കിരീടം ചാർത്തി നിന്നു, കൽത്തൂണിൽ കെട്ടി അടിച്ച് തകർത്തു, അവസാനം കുരിശിൽ മരിച്ചു. ഈ മനുഷ്യനെ പരാജയപ്പെടുത്തുകയാണ് എല്ലാവരും ചെയ്തത്. പക്ഷേ മരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു, ഇപ്പോൾ എല്ലാം പൂർത്തിയായി. ഈ 33-ാമത്തെ വയസ്സിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ ഒരാൾ മരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോക്കസ്, ഈ വിജയത്തിൻ്റെ ഫോക്കസ് എവിടെ ആയിരുന്നു എന്ന് ചിന്തിക്കണം. നമ്മളീ കണ്ടതിലൊന്നുമല്ല. ഈശോ സംസാരിച്ചു കൊണ്ടുവന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ഒരേ ഒരു കൽപ്പന. എന്താണ്? എല്ലാവരെയും സ്നേഹിക്കുക, ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക. ഈ സ്നേഹത്തിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാം
എന്ത് വന്നാലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. അടിച്ചു തകർത്താലും കുരിശിൽ തറച്ചാലോ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ഒരിടത്ത് പോലും തൻ്റെ സ്നേഹം ഫെയിലായിട്ടില്ല. നമ്മൾ കണ്ടതെല്ലാം പലയിടത്തും ഫെയിലാണ്. പക്ഷേ യേശു സ്നേഹം പഠിപ്പിക്കാൻ വന്ന ആളാണ്. ആ സ്നേഹത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കാൻ പറഞ്ഞ ആളാണ്. ആ പശ്ചാത്തലത്തിലൂടെ നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഫോക്കസ്, വിജയ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിലായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു ആ കാലഘട്ടത്തിൽ ഒരു സക്സസ്ഫുൾ മനുഷ്യനാണ്. പക്ഷെ പ്രശ്നം, ഈശോ ആഗ്രഹിച്ച സക്സസ് ഈശോയ്ക്ക് കിട്ടി. നമ്മൾ പക്ഷേ അതിനെ അങ്ങനെ ആയിരിക്കില്ല കാണുന്നത്. നമ്മളിപ്പോൾ നമുക്ക് യേശുവിൻ്റെ പേരുള്ള സ്ഥാപനങ്ങൾ, സ്കൂളുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ 100% വിജയം എന്ന് പറയും. പക്ഷേ ഈ വിജയകഥകളുടെയൊക്കെ പിന്നിൽ പക്ഷേ സ്നേഹത്തിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം, അല്ലേ? നമ്മളെല്ലായിടത്തും വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിജയിക്കാനുള്ള ഫോക്കസ് നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴായിരിക്കാം മറ്റിടത്തൊക്കെ വിജയിക്കുന്നത്, അല്ലേ? 100% സക്സസ്സിന് വേണ്ടിയിട്ട് 8ാം ക്ലാസ്സിലെ ജയിക്കാൻ സാധ്യതയില്ലാത്ത പിള്ളേരെയൊക്കെ പിരിച്ചുവിടുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിൽ കോംപ്രമൈസ് ചെയ്യും പല കാര്യങ്ങളിൽ. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി വിജയപരാജയങ്ങളുടെ കഥ പറയുമ്പോൾ നമ്മൾക്ക് വിജയിക്കേണ്ടത് എവിടെയാണെന്ന് ഒരു ലക്ഷ്യമുണ്ടാകണം. ഈ കാണുന്ന കാര്യങ്ങളോടുള്ള മത്സരമല്ല, ഇതിനേക്കാളൊക്കെ ഉപരി ഈ സകല മനുഷ്യരെയും സ്നേഹിക്കുക, സർവ്വപ്രപഞ്ചത്തെയും സ്നേഹിക്കുക, ലോകം മുഴുവനെയും സ്നേഹിക്കുക. ആ സ്നേഹത്തിൽ നിങ്ങൾ വിജയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, എല്ലായിടത്തും ജയിച്ച മനുഷ്യർ അടിസ്ഥാനപരമായ സ്നേഹത്തിൽ തോറ്റുപോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ വിജയം നിർണ്ണയിക്കേണ്ടത് മറ്റുള്ളവരല്ല, ഈ ലോകമല്ല, ഇവിടുത്തെ പ്രസ്ഥാനങ്ങളല്ല. നമ്മൾ ആത്യന്തികമായിട്ട് വിജയിക്കേണ്ടത് ഈ സമാധാനത്തിലും ആനന്ദത്തിലും സ്നേഹത്തിലുമൊക്കെയാണ്. അതാണ് ക്രിസ്തു മാർഗം. അവിടെ വിജയിക്കാൻ പലതും നമ്മൾ വിട്ടുകളയും. ആ വിട്ടുകളയുന്നതിലൂടെയാണ് ഈ ശരിക്കുള്ള വിജയ ഫോക്കസിലേക്ക് നമ്മൾ എത്തുന്നത്, ശരിക്കുള്ള വിജയത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാം, ഈ വിജയിക്കുക എന്നുള്ളതിന് മുമ്പായിട്ട് എവിടെയാണ് ഞാൻ വിജയിക്കേണ്ടത്? എൻ്റെ വിജയം ഒരു യുദ്ധത്തിലെ വിജയമാകാതിരിക്കണമെങ്കിൽ, യുദ്ധത്തിലെ വിജയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, മറ്റുള്ളവരെ ഒരുപാട് കൊന്നു, എൻ്റെ കൂടെയുള്ളവർ കുറച്ചേ കൊല്ലപ്പെട്ടുള്ളൂ, അങ്ങനല്ല. ആർക്കും നഷ്ടം വരുത്താത്ത, എനിക്കും എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന, ലോകത്തിന് സമാധാനവും സ്നേഹവും ആനന്ദവും ഉണ്ടാകുന്ന തരത്തിൽ ഒരു വിജയം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എൻ്റെ വിജയത്തിൻ്റെ ഫോക്കസ് എവിടെയാണ് എന്ന് നമ്മൾ നിർണ്ണയിക്കേണ്ട ഒരു കാര്യമുണ്ട്.